ദാസിയുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. കർത്താവേ, അഴകും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ മാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസിക്കു ഫലമിന്നരുളേണം. ആദിപിതാവാമാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മധ്യനു ശരണം നീയല്ലോ. ലോകം വ്യക്തം സകലേശ ഞങ്ങൾ കരുളുക നവജീവൻ. മഹിമയുടന്തിമ വിധിനാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെന്നെ കരുത്തണമേ. നല്ല വരുത്തുവരം ഭാവി നൽകണമേ നിത്യായുസ്സിൻ. പരമോന്നതമാം പരിവേഷിത സന്ദർശനിയായി സോദരിമാരാം മത്താമറിയം ചുടുകണ്ണീരും പ്രിയപ്പെട്ടവരെ, പലർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയിൽ ഭവനത്തിൽ വെച്ച് നടക്കുന്ന ഒരു ഹൃദയസ്പർശിയായ ഒരു ശുശ്രൂഷയാണ് മുടി അണിയിക്കൽ. രക്ഷയുടെ കിരീടം സ്വർഗത്തിൽ കർത്താവ് ഈ ദാസിക്ക് നൽകട്ടെ എന്ന സഭയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. മാമോദീസ സ്വീകരിച്ച വേളയിൽ ആ രക്ഷയുടെ കിരീടം കർത്താവ് നമ്മുടെ എല്ലാവരുടെയും ശിരസിൽ അണിയിച്ചതാണ്. പിന്നീട് അത് സ്വർഗത്തിൽ ആ കിരീടത്താൻ നടത്തുകയാണ്. വചനം പറയുന്നു, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, ഭൂമിയിൽ അടിക്കുന്നതെല്ലാം സ്വർഗത്തിലും അടിക്കപ്പെട്ടിരിക്കും. ഈ ദാസിക്ക് ഈ ജീവിതത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിച്ചതിന് സമാനമായി ത്രിത്വൈക ദൈവം സ്വർഗത്തിലും ഭൂമിയിലും ആ രക്ഷയുടെ കിരീടം നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വിശ്വസ്തരായ ഭക്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യ സൗഭാഗ്യത്തിലേക്ക് ദൈവം എന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ.
കുർബാനയാൽ എന്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു കൂദാശകളാൽ എന്റെ ആത്മാവിൽ കൃപാവരം ചെയ്യുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയ മാനകരമായ പുരോഹിതരെ, ദൈവവചനങ്ങളാൽ എന്റെ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുവെങ്കിലും എന്റെ സ്നേഹം എന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വയലിൽ പുലരും പുൽക്കൊടി പോലെ വിധമിടയിൽ ഓർത്തോർത്തിനിയും നൈരാശ്യമോടെ വിലപിക്കരുതേ. ആകാശത്തിൽ ദൂതന്മാരും നരരും അക്ഷമരായി ആഗമ ദിവസം കാത്തുകഴിപ്പൂ. ജീവന്റെ മരണത്തിന്റെ നാഥ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കൊണ്ട് നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. സ്വഭാവം നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്ണയുള്ളവനാകും. മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ പിന്തിരിയും എന്ന് നീ ഓർത്തുകൊള്ളുക. ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാൽ സുരരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ ഹൃദയത്തിൽ ജീവൻ ഉദിക്കുന്നു. തെളിവായത്തോടെ നാദാതി തിരുവഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ തിരയായി എണ്ണി വിധിക്കല്ലേ. പുത്രൻ റൂഹായെ മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ, ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു.
ദാനം നീയേകുന്നു. ആഹാരങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. സർവേശാ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നിത്യനമത്യൻ പരിശുദ്ധൻ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. പാർവതിക്ക് പൊറുതി കൊടുത്തവളെ വിശുദ്ധീകരിച്ച കർത്താവേ, നിന്റെ അനുഗ്രഹത്താൽ മനുഷ്യരെ വിശുദ്ധീകരിക്കണമേ. മാലാഖമാരോടുകൂടി സ്വർഗ്ഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ മരിച്ചവർക്ക് ആശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവേ, എന്നെയും ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധമായ സർവേശ്വര. കർത്താവിൻ ദാസ്യവിധി നാളിൽ ആഹ്ള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമാദ്യുതിയോടെ സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമാദ്യുതിയോടെ